വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് ഓഫ് പാഷൻസ്. അപ്പോൾ ഡേ 1 ഗോവ ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി ഡേ 2 വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ 1, 2, 3 ആയിട്ടായിരിക്കും വീഡിയോ വരുന്നതെന്ന്. എല്ലാം കൂടെ ലെങ്ത്ത് കൂടുതലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 2 ഞങ്ങൾ രാവിലെ അഗോഡ ഫോർട്ടിലാണ് പോയത്. അപ്പോൾ അഗോഡ ഫോർട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല ക്രൗഡും ഉണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. അപ്പോൾ അവിടെ അഗോഡ ഫോർട്ട് അത്യാവശ്യം ആ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പം ആ ഒരു ഫോർട്ടിൻ്റെ കാഴ്ചകളും എല്ലാം കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഉച്ചവരെയൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് കണ്ടുകൊണ്ട് അങ്ങനെ ഒരുപാട് കാണാൻ പാകത്തിന് കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും അത്യാവശ്യം അതിൻ്റെ ഉള്ളിലോട്ട് കയറി കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ചെന്നിട്ടാണ് നമ്മൾ ഈ ഫോർട്ടിൻ്റെ അവിടെ എത്തുക. അപ്പോൾ അവിടെ മെയിനായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു മെയിൻ പരിപാടി. ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ പരിപാടിയും അവിടെ ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല ബെസ്റ്റ് സ്ഥലമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ പല പല ഈ ജയിൽ പോലെ ഇങ്ങനെ ഓരോ സെല്ല് പോലെ ഇങ്ങനെ കാണാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. എന്നാലും കുറച്ച് നേരം അങ്ങനെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ഉച്ച വരെയുള്ള ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ടൈം പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ബാക്കി ഫുൾ അന്നത്തെ ദിവസം നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം വാട്ടർ ഗെയിംസിൻ്റെ സെക്ഷനായിരുന്നു. അതിന് അഞ്ജന ബീച്ചിലോട്ടാണ് നമ്മൾ പോയത്. അപ്പം ഫോർട്ടിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല, അത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ആയിരുന്നു ടൈം പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ അന്നത്തെ ഫുഡ്. ഉച്ചയ്ക്ക് എല്ലാവർക്കും ബിരിയാണി തന്നെയായിരുന്നു, വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ഓർഡറൊന്നും ചെയ്തില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അഞ്ജന ബീച്ചിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ പല പല പാക്കേജ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒരു 3-4 ഗെയിംസിൻ്റെ പാക്കേജാണ് എടുത്തത്. അപ്പോൾ ഓരോരുത്തർക്കും ഇത്ര രൂപ സെപ്പറേറ്റ് വരും കേട്ടോ, ഓരോ ഹെഡിനും ഇത്ര അനുസരിച്ചിട്ട് അങ്ങനെയാണ് പാക്കേജ് വരുന്നത്. അപ്പം നമ്മുടെ പാക്കേജിൽ പാരാഗ്ലൈഡിങ് ഉണ്ടായിരുന്നു, അതായത് പാരച്യൂട്ട് ഉണ്ടല്ലോ, പാരച്യൂട്ട്, പിന്നെ ബനാന റൈഡ്, അതായത് ബനാന ബോട്ടില്ലേ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വേറെ 2 സ്പെഷ്യൽ, എനിക്ക് പേരറിയത്തില്ല, പിന്നെ ബൈക്ക്. ഇത്രയാണ് നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഗോവയിൽ പോയില്ലെങ്കിൽ ഏറ്റവും അടിച്ചു പൊളിച്ചത് ഈ ഒരു വാട്ടർ ഗെയിംസിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് പാരച്യൂട്ടിലൊക്കെ കയറുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് പക്ഷേ വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്നാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും വെള്ളത്തിലുള്ള ഇതായതുകൊണ്ട് തന്നെ പാരച്യൂട്ടിന് വേണ്ടി നമ്മൾ ബോട്ടിൽ കയറി കുറച്ച് ദൂരം പോയിട്ടാണ്. അപ്പം വെള്ളത്തിലോട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഫോണും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ റൈഡിലൊക്കെ കയറിയത്. അതുകൊണ്ട് ആരുടെയും കയ്യിൽ ഫോണില്ലായിരുന്നു, ആകെ ഒരു ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കിട്ടിയ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫോൺ ഞാൻ എടുത്തിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ഗോവയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർ ഗെയിംസ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഞങ്ങൾ തിരിച്ചൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു പോയി. അപ്പോൾ അവിടെ ഡ്രസ്സ് മാറാനും ഒക്കെയുള്ള അത്യാവശ്യം ചെറിയ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അവിടെ നിന്ന് ഡിന്നറും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ പോയത് ഗോവയിലെ ബാഗ ബീച്ചിലാണ്. ബാഗ ബീച്ച് നമുക്ക് ഒരിക്കലും ഗോവയിൽ വന്നവർ ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ബീച്ചാണ് കേട്ടോ. കാരണം അത്രയും വൈബുള്ളൊരു പ്ലേസാണത്. അവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും. നല്ലൊരു അന്തരീക്ഷമായിരുന്നു, നല്ല രസമുണ്ട് അവിടുത്തെ കാറ്റും, ബീച്ചിലെ കാറ്റും, പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കപ്പിളും 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടും പിന്നെ അതിലെ കൂടെ കുറേ നേരം നടന്നൊക്കെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഓൾറെഡി ഡിന്നറെല്ലാം കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കഴിക്കാനൊന്നും നിന്നില്ല. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നത്തെ ദിവസം തിരിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും തന്നെ ടൈം ഒരു 3 മണി എങ്ങാണ്ടായിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ഡേയിലെ കാഴ്ചകളൊക്കെ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വാട്ടർ ഗെയിംസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ചുകൂടി ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയി മാറിയത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഡേ 3 വിശേഷങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.